ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ, ഇപ്പോൾ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്ന സമയം. പഠിച്ചവൻ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. അപ്പോൾ കുറേ ദിവസമായിട്ടോ ഡൈമൈ ലൈഫൊക്കെ ഇട്ടിട്ട് ഇടാൻ ഒഴിവില്ലാത്തതുകൊണ്ടാണ്. 2 ദിവസത്തെ കല്യാണ പരിപാടിയും പിന്നെ ഇവിടെ മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കും റജുവിനും പാത്തൂനും ഒക്കെ മാറി മാറി ഇങ്ങനെ. നമ്മുടെ പാത്തുക്കുട്ടിക്ക് വന്ന വേഗത്തിൽ മാറില്ല കേട്ടോ. ചുമയും പനിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഫിക്സൊക്കെ വരുന്ന ആളല്ലേ, അപ്പോൾ അതുകൊണ്ട് പനിയൊക്കെ കുറച്ച് മാറാനും ചുമ മാറാനൊക്കെ സമയമെടുക്കും. പിന്നെ നമ്മൾ ഹോമിയോ മരുന്നല്ലേ കൊടുക്കുന്നത്. അവൾക്ക് അവിടെയാണ് കേട്ടോ 6 വയസ്സ് മുതൽ കാണിക്കാൻ തുടങ്ങിയത്. അത് കാരണം ഇങ്ങനെ ആൾ മാറി മാറി അവളെ മൂന്നാഴ്ച അടുപ്പിച്ചിപ്പോൾ കൊണ്ടുപോയിട്ടാണ് അവളെ. അതാണ് ഞാൻ അധികം ഡൈമൈ ലൈഫ് വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ നിങ്ങളുടെ ചെറിയ ചെറിയ കുഞ്ഞ് ഡൈമൈ ലൈഫൊക്കെ ഇടണം. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. പിന്നെ കുറേ ബാഡ് കമൻറ്റ്, ചില വീഡിയോക്കൊക്കെ ബാഡ് കമൻറ്റൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് നമ്മളെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് അവർ ബാഡ് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ എന്തായാലും ആ ബാഡ് കമൻറ്റ് ഇടുന്നവർ ആദ്യം നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കേട്ടോ. എന്നിട്ട് ഒരാളെ കുറ്റം പറഞ്ഞാൽ മതി. അപ്പോൾ അത് ബാഡ് കമൻറ്റ് ഇടുന്നവരിനോടാട്ടോ ഞാൻ പറയുന്നത്. അവർ നമ്മുടെ വീഡിയോ ശരിക്കും ഒന്നും കാണൂല, മേൽഭാഗം ചെറുതായിട്ടൊന്നും ഇങ്ങനെ കാണും. പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് ഏതാ പറയേണ്ടതില്ല, അങ്ങനെ ബാഡ് കമൻറ്റ് ഇടും. അപ്പോൾ അവർ നമ്മുടെ വീഡിയോ ശരിക്കും കാണുക കേട്ടോ. കണ്ടിട്ട് ബാഡ് കമൻറ്റ് ഇട്ടാൽ മതി. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അതിന് മുമ്പേ നിങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് ശരിക്കും കണ്ടിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോഴും ഭയങ്കര ഇടങ്ങറല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ദോശയായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ശരിക്കും 2-3 ദിവസമായിട്ടോ ശരിക്കും ചോറ് വെക്കണുണ്ട്, കൂട്ടാനൊന്നും ശരിക്കും വെക്കണില്ല. കുട്ടികൾക്ക് പനിയൊക്കെ ആയ കാരണം കഞ്ഞിയും അച്ചാറും ചമ്മന്തിയൊക്കെ കൂട്ടി ഇങ്ങനെ 2-3 ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ശരിക്കും ഞാൻ കറികളൊക്കെ വെച്ചിട്ട് കുറേ ദിവസമായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കറിയൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയിട്ടോ. രാവിലെ കുറച്ച് സാമ്പാർ 2-3 വെണ്ടക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി സാമ്പാർ വെച്ചു, ദോശക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല, നല്ല മഴ കാരണം സ്കൂളൊക്കെ ലീവാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ സാമ്പാറും ദോശയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദോശയും സാമ്പാറുമാണ് രാവിലെ റിയാസ്ക്കും കുട്ടികൾക്കൊക്കെ കൊടുത്തത്. അപ്പോൾ ഞാൻ റിയാസ്ക്ക് അപ്പുറത്തേക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗ്യാസിൽ റിയാസ്ക്ക് മാത്രം കേട്ടോ ചുട്ടത്. പിന്നെ ബാക്കി ഇഡ്ഡലി ഞാൻ അടുപ്പിലാട്ടോ വെച്ചത്. ഗ്യാസ് കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ നമുക്ക് എടുക്കാനൊക്കെ ഈ മഴക്കാലത്ത്. അപ്പോൾ ശരിക്കും ഓട്ടോ ഒന്നും ഇല്ല കേട്ടോ. റിയാസ്ക്ക് ഓട്ടോ ഒക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് യൂട്യൂബിൽ നല്ല പണിയുണ്ട് കേട്ടോ. 10 റുപ്യ കിട്ടണമെങ്കിൽ നല്ല 2-3 മാസം നല്ല കഷ്ടപ്പെടണം. നമ്മുടെ ചാനൽ മോണിറ്റും വാച്ചവരൊക്കെ ആയ ശേഷം പിന്നീട് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ ഐഡി വെരിഫിക്കേഷൻ, പിൻ വെരിഫിക്കേഷൻ, അങ്ങനെയൊക്കെ കുറേ പണികളുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ $10 ആയാലാണ് നമുക്ക് പിൻ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇനി $100 ആവണം കേട്ടോ. അപ്പോൾ $100 ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് റീച്ചും കുറവാണ്, വ്യൂസും കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടേ നമുക്ക് യൂട്യൂബിൽ കിട്ടുള്ളൂ, ഡോളർ കയറുള്ളൂ. അപ്പോൾ നല്ല പണിയുണ്ട് കേട്ടോ അത് ചെയ്യാനൊക്കെ, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാനിന്ന് കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവരാണ് ഈ പൈസ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നത്. കിട്ടണമെങ്കിൽ നമ്മൾ നല്ല അധ്വാനിക്കണം, പണിയുണ്ട് കേട്ടോ കുറേ. അപ്പോൾ ഞാൻ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടല്ലോ വിചാരിച്ചിട്ടാണ് നോക്കുമ്പോൾ അതൊന്നും കിട്ടണ ലക്ഷണമൊന്നും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം, ക്ഷമ വേണം. അപ്പോൾ പഠിച്ചം വേഗം തന്നെ ആക്കി തരട്ടെ. അപ്പോൾ ഞാനിന്ന് വെള്ളപ്പയർ കറിയാ വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളപ്പയറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തൊട്ട് എടുത്ത് ചേച്ചി എടുത്തുകൊണ്ട് മുട്ടക്കോസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഉപ്പേരി വെച്ച് റിയാസ്ക്ക് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ പൊരിക്കണത് കൊണ്ടുവന്നപ്പോൾ അത് ഇത്തിരി പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ റജുക്കുട്ടി വെറുതെ തിന്നുകയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, ഞാൻ പൊരിച്ചു തരാം കേട്ടോ, അതൊന്ന് പൊരിച്ചു കൊടുക്കണം. പിന്നെ വെള്ളപ്പയർ ചാറും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലത്തെ 2 മീനുണ്ട് കേട്ടോ, മാന്തൾ. അപ്പോൾ അത് ഞാൻ വറുത്ത് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ വെള്ളപ്പയർ കറിയും മീൻ വറുത്തതുമാണ് കേട്ടോ. പിന്നെ റിയാസ്ക്ക് മീൻ കൂട്ടാത്തതുകൊണ്ട് ആ ചേച്ചി തന്ന മുട്ടക്കോസ് ഉപ്പേരി കേട്ടോ ഞാൻ വെച്ചിരിക്കണത്. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ ഇതൊക്കെ തന്നെ കേട്ടോ. അതൊക്കെ കൂട്ടി ഇനിയിപ്പോൾ രാത്രിക്കൽക്കും ഇതൊക്കെ തന്നെ കേട്ടോ രാത്രിക്കും ഉള്ളതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കും. പിന്നെ നല്ല മഴയല്ലേ, പുറത്തിറങ്ങാനൊന്നും പറ്റണില്ല. കുട്ടികൾക്ക് സ്കൂളും ഇല്ല. അപ്പോൾ ആകെ ഒരു എന്താ പറയുക, മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ആയാൽ നമുക്കൊരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പക്ഷെ നമുക്ക് നല്ല പണിയുണ്ട്. ഞാൻ അറിയണ യൂട്യൂബർമാരുടെ അടുത്തൊക്കെ ചോദിച്ചു, അപ്പോൾ എന്താ സംഗതി, ഇതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോഴാണ് പറഞ്ഞത് ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 8000 റുപ്യ കിട്ടണമെങ്കിൽ നമുക്ക് നല്ല പാടുണ്ട് കേട്ടോ, നല്ല പണിയാണ്. പഠിച്ചാൽ വേഗം കിട്ടട്ടെ അല്ലേ. മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ നല്ല
നല്ല മഴയായിട്ട് അവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം. എന്താ വിശേഷങ്ങളൊക്കെ പറയാനുള്ളത് അല്ലേ? എന്താണ് വയനാട് എന്താണ് പഠിച്ചോൻ കാക്കട്ടെ എല്ലാവരെയും. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ എന്താ ഒരു മഴ. പാലക്കാട് അവിടെ ഇവിടെയൊക്കെ പുഴ നിറഞ്ഞിട്ടും തോട് നിറഞ്ഞിട്ടും എന്താ നമ്മുടെ ഇവിടുത്തെ തോട് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോഴങ്ങോട്ട് കയറുകയെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഇറക്കായതുകൊണ്ടും കയറ്റായതുകൊണ്ടും നമുക്കത്ര പേടിയില്ല. എന്നാലും രാത്രിയൊക്കെ പേടിക്കണം. ബാക്കിൽ കൊക്കർണിയാണ് നമ്മുടെ, അതുമല്ല ബാക്കിൽ നമ്മുടെ ബാക്കിൽ മതിലുണ്ട്. പക്ഷെ എന്നാലും മതിലിൻ്റെ ഫുൾ അരക്കൊപ്പം വെള്ളം കിട്ടാം. മതിലൊക്കെ ചിലപ്പം പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മുടെ വീടൊക്കെ കണ്ടില്ലേ, പണ്ടത്തെ വീട് അപ്പോഴാണ് പൊളിഞ്ഞു ചാടുക അറിയില്ല കേട്ടോ. ആ സൈഡ് ഒരു തടസ്സമൊന്നുമില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ എപ്പോഴാണ് രാത്രിയൊക്കെ പേടിച്ചിട്ട് രാത്രി ഉറങ്ങണേ ഇല്ല. എന്താ പറഞ്ഞാൽ ഉറക്കല്ല രാത്രി പേടിച്ചിട്ട്. എപ്പോഴാണ് പഠിച്ചവനെ ഇത് വീഴുമോ എന്നുള്ള ഒരു പേടിയാണ് കേട്ടോ. രാത്രി ഉറങ്ങാനേ പേടി. എന്താ മഴേൻ്റെ സൗണ്ടൊക്കെ ബലത്തിലുള്ളൊരു മഴ. ആ സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാകുക. രാത്രി വീഴുമോ തലേ വീഴുമോ പറഞ്ഞിട്ട് പേടിച്ചിട്ട് ഉറക്കില്ല രാത്രി. അല്ലാ പഠിച്ചപ്പോൾ എല്ലാവരും തൊട്ട് കാക്കട്ടെ അല്ലേ. അപ്പോൾ വയനാട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ ആ കുട്ടിൻ്റെ കാര്യം എനിക്ക് അവൻ പറഞ്ഞതിൽ കേട്ടതിൽ വന്ന മിസ്റ്റേക്ക് കേട്ടോ. 6ൽ പഠിക്കുന്ന കുട്ടിയാണെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ 6ൽ പഠിക്കുന്ന കുട്ടിയല്ല, LKG UKG പ്രായമുള്ള 6 വയസ്സായ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ ഫോട്ടോ ഒക്കെ. എല്ലാവരും വന്നിട്ടുണ്ടെങ്കിലും വാർത്ത പരന്ന് വരികയല്ലേ. പഠിച്ച എല്ലാവരുടെ മക്കളെയും തൊട്ട് കാക്കട്ടെ, ആയുസ് ആഫിയത്ത് ഇട്ട് കൊടുക്കട്ടെ. നീ ഇപ്പോൾ പഠിച്ചനെ ഓരോരുത്തർ ഭക്ഷണമില്ല, ഫുഡില്ല, മണ്ണിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. ഇങ്ങനെ മഴ പെയ്താൽ വേണം, ആവശ്യത്തിന് വേണം. പക്ഷെ ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത പോലെ ആണെങ്കിൽ നമുക്ക് എത്ര ഇതല്ലേ. അപ്പോൾ എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക. സ്കൂൾ ബസ്സിൽ പോണ കുട്ടികളൊക്കെ അല്ലേ. പഠിച്ച ആ കുടുംബത്തിന് ക്ഷമയും സബൂറും കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് നമ്മുടെ മക്കൾക്കൊരു പോറൽ വന്നാൽ തന്നെ അന്നത്തെ ദിവസം ഉറക്കമുണ്ടാവില്ല. അപ്പോൾ എനിക്ക് എൻ്റെ റജിക്കുട്ടിക്ക് തന്നെ പനി വന്ന രാത്രി ഞാൻ ഉറങ്ങുകയില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ അവൾക്ക് ഫിക്സ് വരുമോ എന്നുള്ള ബേജാറിൽ ഉറങ്ങുകയില്ല. തുടച്ചിട്ടും അവളെ വിളിച്ചിട്ടും ഒക്കെ നോക്കിക്കൊണ്ടേ ഇരിക്കും. ഒരു സമാധാനമേ ഉണ്ടാവില്ല. അപ്പോൾ ആ വീട്ടുകാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. പിന്നെ പാത്തക്കുട്ടിക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല. ഇമ്മ ഉണ്ടാവില്ല. എൻ്റെ മാപ്പിള ബേക്കറിയിൽ പോയിട്ടുണ്ടാവും. അപ്പം ഞാനെടുത്ത് ഓടും റോട്ടിൽ കൂടെ. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്തെങ്ങനെ ഓടണമെന്ന്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ വണ്ടി കയറ്റി വിടും. എന്നിട്ട് ജില്ലാ ആശുപത്രിക്ക് പോകും. അങ്ങനെയൊക്കെയാണ് പഠിച്ചോനെ. ഞാൻ ചീരയിഞ്ഞതിന് കയ്യും കണക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മക്കൾക്കൊരിത് വന്നാൽ ആകെ ഒരു ടെൻഷനും കാര്യങ്ങളും. അതിന് കുഞ്ഞു മക്കളും എന്താ പറയുക, വയനാട്ടിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. പഠിച്ചവനെ എന്ത് സ്വത്തും മുതലുണ്ടായിട്ട് എന്താ പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകും? ഒന്നും കൊണ്ടുപോകില്ല. ആൾക്കാർ എന്നിട്ടും അത് പഠിക്കണില്ലല്ലോ ആൾക്കാർക്ക്. പിന്നെയും ആൾക്കാർക്ക് സമ്പാദിക്കണം. പോയത് അതോടെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അർജുനെ തന്നെ കണ്ടില്ലേ, ഞാൻ ഇന്നലെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഒഴുക്ക്, അതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ മനുഷ്യന്മാരിനെ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. പഠിച്ചോ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. നമുക്ക് അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. പഠിച്ചോ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. അല്ലാ എനിക്ക് എന്താ കുട്ടീൻ്റെ മുഖം കണ്ടിട്ട് പഠിച്ചോനെ ഒരു ഉമ്മാക്കും ഉപ്പാക്കും ഇങ്ങനത്തെ ഒരു ഗതികേട് വെട്ടാണ്ടിരിക്കട്ടെ. അല്ലാ എനിക്ക് തന്നെ എൻ്റെ വീട് ഇത് മഴ പെയ്യുമ്പോൾ പേടിയാണ്. പൊളിഞ്ഞു ചാടുമോ പറഞ്ഞിട്ട് രാത്രി 2-3 ദിവസം അടുപ്പിച്ച് നല്ല മഴയല്ലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. മുകളിലൊക്കെ നോക്കി കിടക്കൽ തന്നെ പണി. വീഴുമോ മക്കൾ ഉറങ്ങിക്കോട്ടെ, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ വീണാൽ അറിയില്ലല്ലോ. അത് പേടിച്ചിട്ട് ഇൻഷാ അല്ലാ നല്ലൊരു വീട് മാറണം. മഴക്കാലമൊക്കെ ഒന്ന് കഴിയട്ടെ. ഇതിപ്പോൾ എപ്പോഴാണ് പൊളിഞ്ഞു ചാടുക എന്നുള്ളത് അറിയില്ല. പണ്ടത്തെ വീടാണ് കേട്ടോ. ഇപ്പോൾ മഴ പെയ്താന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര ചോർച്ചയും ഓതും തണുപ്പൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് പനി മാറണേ ഇല്ല കേട്ടോ. ഒരാളുടെ മാറുമ്പോൾ ഒരാൾ ഈ തണുപ്പത്ത് ഇങ്ങനെ നടക്കണ കാരണം കൊണ്ട് അച്ഛനെ. അപ്പോൾ എല്ലാവരും തൊട്ട് കാക്കട്ടെ. എല്ലാവരും നിങ്ങളുടെയൊക്കെ ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്തി. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ. നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.